ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മളെ വീട്ടിലേക്ക് പുതിയൊരാൾ വരുന്നുണ്ട്, പുതിയൊരു ഗസ്റ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഞാനൊരു അടിപൊളി റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്, പ്രോൺസിൻ്റെ ഒരു സ്പ്രിംഗ് റോള്. അപ്പോൾ ആദ്യം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് ചെമ്മീൻ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഫ്രൈ ചെയ്യാണ്ടും എന്താ പറയുക, മസാലയിലെല്ലാം ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ പച്ചയോടെ കാണും പോലെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ഒരു ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ. അപ്പോൾ ഇത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി അതെല്ലാം ഒന്ന് കോരി മാറ്റി വെച്ചിട്ട് ആ ഒരു സെയിം ഓയിലിലോട്ട് തന്നെ ഒരു 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്താ പറയുക, ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വാടുമൊന്നും വേണ്ട, കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു പിടി കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ശരിക്കും ഭയങ്കര ടേസ്റ്റാണിത്, പ്രോൺസിൻ്റെ ഈ ഒരു റോളെന്ന് പറയുന്നത്. നിങ്ങൾക്കത് റോള് പോലെ അല്ലെങ്കിൽ സമൂസൻ്റെ ഉള്ളിൽ അങ്ങനെ എന്താ പറയുക, എന്തിൻ്റെ കൂടെയും എന്താ പറയുക ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അത്രയും നല്ലൊരു അടിപൊളി ഫില്ലിംഗ് ആയത്. ഇനി അതിലേക്ക് നമ്മളിതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് റോൾ ചെയ്യുന്നത് ഒരു ദോശ പോലെ ചുട്ടെടുത്തിട്ടാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്താ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഒരു മുട്ടയും 1.5 കപ്പ് മൈദയും പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ബാറ്റർ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് നേരിയതായിട്ട്, എന്താ പറയുക, അധികം കട്ടിയില്ലാത്തൊരു ബാറ്ററാണ് വേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ദോശ പോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇത്ര വലുപ്പം വേണമെന്നില്ല, ഞാൻ ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയതാണ്. അപ്പോൾ ഇതിങ്ങനെ അധികം എന്താ പറയുക കുക്കാനൊന്നും നിൽക്കണ്ട, കുറച്ചൊന്ന് വാടി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മറിച്ചിട്ട് വേഗം ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അതേപോലെ എല്ലാ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടോടെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇപ്പം കണ്ടില്ല, ദോശയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചതും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും നമ്മൾ റോൾ ചെയ്തതിന് ശേഷം മുട്ടയിലും ബ്രെഡ് ക്രംസിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ദോശയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് സ്പ്രിംഗ് റോളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്കെല്ലാം റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ആ മുട്ടയിലൊന്ന് മുക്കി എന്നിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് ഒരു എന്താ പറയുക ഒരു 1 വീക്കെല്ലാം ഒന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ആക്കിയാലും മതി. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കി നല്ല ചൂടായ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ആക്കിയതിന് ശേഷമുള്ള വീഡിയോയും ഫോട്ടോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഹസ്സിൻ്റെ ഫ്രണ്ടെല്ലാം പെട്ടെന്ന് വന്ന് പിന്നെ ബാങ്ക് കൊടുക്കേണ്ട സമയം എല്ലാം ടേബിൾ മേലെ കൊണ്ടുവെക്കലും എല്ലാം നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഫോട്ടോസൊന്നും പിന്നെ എടുത്തിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തുപോയി. പിന്നെ രാത്രി ഫുഡെല്ലാം പുറത്തുനിന്നേനും കഴിച്ച് ഒരു തലശ്ശേരി തട്ടുകട എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നല്ല ഫുഡാണെന്നെല്ലാം കേട്ടിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റേനും, അങ്ങനെ അവിടെ പോയി
ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഇതാദ്യം സൂപ്പെല്ലാം എത്തി. അങ്ങനെ ഇറച്ചിച്ചോറും പിന്നെ നെയ്ച്ചോറും ബീഫും പിന്നെ പാൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഇതൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാൽ പൊറോട്ട ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കഴിക്കുന്നത്, എനിക്ക് ഓർമ്മയില്ല. നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ഒരു ഗിഫ്റ്റെല്ലാം വാങ്ങിക്കാനുണ്ടായിനേനും. അങ്ങനെ ഇതാ ഒരു ഷോപ്പിൽ കയറി ഗിഫ്റ്റെല്ലാം നോക്കി. പിന്നെ അവിടെ ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കൂടി എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ പാതിരാത്രി ഒരു 4 മണിയോടെ ഇങ്ങനെ ദുബായ് എയർപോർട്ടിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഹസ്സിൻ്റെ മരുമകളായിരുന്നു. അപ്പോൾ ഇതാ ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് ദുബായ് എയർപോർട്ടിലേക്ക് പോവാണ്. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഓളെത്തി. അങ്ങനെ ലാൻഡ് ചെയ്തിട്ട് അവൾ വരുന്നുണ്ട്. ഇതായിരുന്നു ആള്. അങ്ങനെ ഇത് ഓളെയും കൂട്ടി പിന്നെ നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് നോക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും നല്ല പൊടിക്കാറ്റെല്ലാം ഉണ്ടായിനേനും. അങ്ങനെ എന്നാൽ വീട്ടിലേക്ക് എത്തി. പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഓള് കൊണ്ടുവന്ന പെട്ടി തുറക്കലാണ്. അപ്പം നാട്ടിലെ പെട്ടിയാണ് ഇതാ പൊട്ടിക്കുന്നത്. അങ്ങനെ നാട്ടിലെ പെട്ടി പൊളിച്ച് ഇത് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം മെയിനായിട്ട് പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉള്ളത് തന്നെ 1 മാസം ഇവിടെ ഉണ്ടാവും. പിന്നെ ഉള്ളതെല്ലാം ഫുള്ള് ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഇത് എനിക്കുള്ള മൈലാഞ്ചി. ഞാൻ ആര് വരുമ്പോഴും നാട്ടിൽ നിന്ന് എനിക്ക് മൈലാഞ്ചി വേണമെന്ന് പറയും. അങ്ങനെ ഇതാ പെരുന്നാളൊക്കെ വരെ എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നോമ്പല്ലല്ലേ, അങ്ങനെ ഒന്നിനും വലിയ പൂതിയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പിന്നെ ആകെ ഇഷ്ടം ബേക്കറിയാണ് നാട്ടിലത്തെ. അപ്പോൾ നോമ്പും കൂടി ആയതുകൊണ്ട് എന്തായാലും പിന്നെ അധികം ചിലവാവില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെങ്ങളോട് പറഞ്ഞത് തന്നെ ലഡുവും കേക്കല്ലായിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് നാട്ടിലെ ലഡുവാണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ നിന്ന് നമ്മൾ എത്ര ലഡു വാങ്ങിയാലും ആ ഒരു നാട്ടിലത്തെ ആ ഒരു ബേക്കറി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും എന്തായാലും ഇവിടെ കിട്ടില്ല. പിന്നെ എൻ്റെ മോൾക്കെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതാ മുറുക്കവും കിഴങ്ങ് വറുത്തവും പിന്നെ ഞാൻ പറഞ്ഞ ഈ 2 സാധനം. പിന്നെ ഈ കേക്ക് എനിക്ക് എന്താ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേനും ഒരു ട്രിഫിൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതേനും. അങ്ങനെ ഇതാ ഈ ലഡു അതുതന്നെ ഞാൻ പറഞ്ഞതാണ് കുറച്ച് മതി, കാരണം ഞാൻ മാത്രമേ ഇതെല്ലാം കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കേക്കും ലഡുവൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ കുറേ ഫുഡ് എന്തെല്ലാം ഉണ്ട്. അത് പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് വേറെ മരുമക്കളും പിന്നെ അങ്ങനെ അവർ കുട്ടികൾക്കെല്ലാം കൂടി കൊടുത്തയച്ചതും എല്ലാം ഉണ്ടായിട്ടേനു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ മരുമകൾക്കുള്ളതാണ് ഇതെല്ലാം. പിന്നെ ഇതാ എനിക്ക് സമൂസയും ഉണ്ട്. പിന്നെ കക്കറോട്ടിൻ്റെ മാവെല്ലാം പങ്ങൾ ഉരുട്ടി അതിനൊന്ന് സ്റ്റീം ചെയ്തിട്ട് അങ്ങനെയും കൊടുത്തയച്ചിട്ടുണ്ടായിനേനും. പിന്നെ ഇതാ ഇത് സമൂസ. അപ്പോൾ ഞാനത് ഇന്ന് എല്ലാം ഫ്രൈ ആക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനേനും. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ നേരം വെളുത്തൊരു 6:30 മണിയെല്ലാം ആയി. ഇനിയിപ്പോൾ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും സാധനമെല്ലാം എടുക്കാൻ വരാൻ. അപ്പോൾ ഇത് എനിക്കുള്ള കല്ലുമ്മക്കായും ഞാൻ പറഞ്ഞല്ലോ കക്കറോട്ടിൻ്റെ ഇതെല്ലാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇനി ഒന്നും തുറക്കാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും നല്ല ഉറക്ക ക്ഷീണമുണ്ട്. രാവിലെ ആയല്ലോ, രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിതെല്ലാം ഇതാ ഫ്രിഡ്ജിലെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കേട്ടാൽ തന്നെ ഫ്രിഡ്ജ് ഓൾമോസ്റ്റ് ഇല്ല, ഞാനിങ്ങനെ കാലിയാക്കി എല്ലാം ഒന്ന് സ്ഥലമാക്കി വെക്കും. അങ്ങനെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഇനി എല്ലാം രാവിലെ എടുത്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പോയിട്ട് കിടന്നുറങ്ങി. ഇതിപ്പോൾ ഇതാ പിറ്റേന്നുള്ള നോമ്പ് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിനും. അപ്പോൾ മരുമോള് വന്ന ഫസ്റ്റ് നോമ്പല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ മരുമൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഫുഡ് എടുക്കാനും എൻ്റെ, അപ്പോൾ ഒന്ന് ചൂടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഓനിക്കുള്ള ഇറച്ചിപ്പത്തിലും പിന്നെ ഓൻ്റെ കല്ലുമ്മക്കായി എല്ലാം കൂടിയിട്ടൊന്ന് ഓവറിൽ ചൂടാക്കി
അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാനിതാ എൻ്റെ കക്കറൊട്ടി എടുത്ത്, അപ്പോൾ കറി ഉണ്ടായിന്, ബീഫ് കറി, അതിലേക്കിട്ട് തേങ്ങയെല്ലാം അരച്ചൊഴിച്ചിട്ട് നല്ല അടിപൊളി കക്കറൊട്ടിയെല്ലാം റെഡിയാക്കി. ഇതിങ്ങനെ ഉരുട്ടി സ്റ്റീം ചെയ്തിട്ടെല്ലാം കൊടുത്തയച്ചുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല, കറിയിലിട്ട് എന്താ പറയുക പതപ്പിക്കല്ലേ വേണ്ടോ. പിന്നെ ഇതാ ഞാനൊരു ചിക്കൻ ഹണി റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് കക്കറൊട്ടിയും പിന്നെ ഈ റൈസും പിന്നെ ക്യാരറ്റ് കസ്റ്റേർഡ് പോള, ബ്രെഡ് റോള്, കട്ട്ലറ്റ്, ഇതൊക്കെയായിരുന്നു സ്നാക്സ്. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതെല്ലാം മുമ്പ് എൻ്റെ നോമ്പറ എന്താ പറയുക വീഡിയോയിലും അല്ലാണ്ടെല്ലാം ഞാൻ കുറേ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാം തിരക്കായി. പിന്നെ ഇതാ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സ്നാക്സും എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ മരുവോളെ കൂടെ ഉള്ള ഫസ്റ്റ് നോമ്പോറ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അടിപൊളിയായി. പിന്നെ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ മരുവോളെ കാണാൻ ഓളെ ബ്രദറും പിന്നെ എന്താ പറയുക പിന്നെ വേറൊരു മരുവോളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ സാധനങ്ങളെല്ലാം ഓരോരുത്തരും എടുത്തിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവരെല്ലാം വന്ന് പോയി. പിന്നെ എല്ലാവരും ഒന്ന് പുറത്ത് പോയി. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു വിശേഷങ്ങൾ. ഇനി പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളും ആ ഒരു വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.